വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പ്രതിയുടെ മൊഴി. ആരും സഹായിക്കാത്തതിനാലാണ് കൊലപ്പെടുത്തിയത്. പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. 5 പേരെ കൊലയ്ക്ക് കൊടുത്ത അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യും. അതേസമയം അഫാന്റെ അമ്മ ഷെമിയുടെ നില ഗുരുതരമായി തുടരുകയുമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ ഒരു കുടുംബത്തിലെ സഹോദരനും പെൺസുഹൃത്തും മുത്തശ്ശിയുമടക്കം 5 പേരെയാണ് അഫാൻ എന്ന 23-കാരൻ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. അതിന് പിന്നിൽ ആദ്യം നൽകിയ മൊഴി സാമ്പത്തിക ബാധ്യതയാണ്. അതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം എന്നായിരുന്നു. താൻ വിഷം കഴിച്ചതിന് ശേഷമാണ് കീഴടങ്ങാൻ എത്തിയത് എന്നും അഫാൻ അറിയിച്ചു. നിലവിൽ എങ്ങനെയാണ് ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം പോകുന്നത്? ഈ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കുമോ? അതുപോലെ തന്നെ അഫാന്റെയും അമ്മയുടെയും ആരോഗ്യനില എങ്ങനെ തുടരുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് തന്നെ അഫാന്റെ ബന്ധുവിന്റെ വീട്ടിലാണ്. ഇന്നലെ കൊലപാതകം നടന്നത് ഈ 2 പേരെ കൊലപ്പെടുത്തിയ വീടിനടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. അതേസമയം അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അഫാന്റെ ഉമ്മയുടെ ആരോഗ്യനിലയും മെച്ചപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇതേ സമയം തന്നെ ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2 പേരെ കൊലപ്പെടുത്തിയത് ഈ വീട്ടിൽ വെച്ചാണ്. അതിനപ്പുറത്തേക്ക് ഉമ്മുമ്മയും കൊലപ്പെടുത്തിയത് ഇവിടെ നിന്നും അല്പം മാറിയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ്. ഏതായാലും ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് വീട്ടിലെത്തി അനിയനെ കൊലപ്പെടുത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ബന്ധുക്കളെ 2 പേരെയും കൊലപ്പെടുത്തി, അതായത് അച്ഛന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയത് ഈ വീട്ടിൽ വെച്ചാണ്. ഏതായാലും ഇവിടെയാണ് ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരുന്നത്. ഇനി അഫാന്റെ സ്വന്തം വീട്ടിലെ കൊലപാതകത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ തന്നെ പോലീസ് നടത്തി വന്നിരുന്നു. ഏതായാലും മൃതദേഹം അതിനുശേഷമായിരിക്കും മാറ്റുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുന്നത് അതിനുശേഷമായിരിക്കും. ഏതായാലും നിലവിൽ അഫാൻ ആശുപത്രിയുടെ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. താനാണ് കൊലപ്പെടുത്തിയത്, താൻ ഈ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണെന്നും അച്ഛന്റെ ബാധ്യതയ്ക്ക് കുടുംബത്തിലുള്ളവർ സഹായിച്ചില്ല, അതിന്റെ വൈരാഗ്യമാണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല, കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികൾ, അതായത് ഈ ബന്ധുക്കളുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് നടന്നു വരുന്നത്. ഇനി ആശുപത്രിയിലും ഉള്ള അഫാന്റെ നില ഇപ്പോൾ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിഷ്ണു, നിലവിൽ പോലീസിന്റെ അന്വേഷണം ഏതു രീതിയിലാണ് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ചും ഈ പ്രതിയുടെ മൊഴികൾ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ? ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത മൂലമാണ് ഈ ഒരു കൊലപാതകം എന്നുള്ള ആ മൊഴി എത്ര കണ്ട് വിശ്വസനീയമാണ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഏതായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ മൊഴി നൽകിയതിൽ നിന്ന് വ്യക്തമായത് ഈ കൊലപാതകം നടത്തിയത് സാമ്പത്തിക കടബാധ്യതയെ തുടർന്ന് ഇത് തന്നെയാണ്. എന്നാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം ഈ എത്രത്തോളം സാമ്പത്തിക കടബാധ്യത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും പെൺസുഹൃത്തിനെ അടക്കം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തിയതിന് പിന്നിൽ തന്നെ എന്താണ് കൃത്യമായ കാരണം എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു മാത്രമാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രതിയുടെ മൊഴി ഇനി കൂടുതൽ വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്തു വന്നാൽ മാത്രമാണ് ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സാമ്പത്തിക ബാധ്യത എന്ന് തന്നെയാണ് ഇപ്പോഴും കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഏതായാലും ആരും സഹായിക്കാത്തത് കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. പ്രതിയുടെ മൊഴി ഏതായാലും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട്. കാരണം എവിടേക്കും അവ്യക്തതയുണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ. ഇവിടേക്ക് ഓരോ ഘട്ടങ്ങളിലായി ഓരോ സ്ഥലങ്ങളിൽ തന്നെ ഒരു ദിവസം എത്തി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അത് ഏതായാലും പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരും. ഇന്നലെ വൈകിട്ടോടെ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും എത്തി കൊലപാതകം നടത്തിയത്. ഏകദേശം വൈകിട്ട് 4 മണിയോടെയാണ്. ആദ്യം സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് എത്തിയത്, വലിയച്ഛന്റെ അടുത്തേക്ക്, അച്ഛന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് എത്തിയത്. അവിടെ എത്തി കൊലപാതകം നടത്തുകയായിരുന്നു. പിന്നീട് ഉമ്മ മരിച്ചു എന്നാണ് ആദ്യം കരുതിയിരുന്നത്. അതിനുശേഷം ഉമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെയും
തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അവിടെ സ്വർണം പണയം വയ്ക്കാനും പണം ആവശ്യപ്പെട്ടതുമായുള്ള ഒരു തർക്കമുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രതി നൽകിയ മൊഴിയിലും. അതുകൊണ്ട് അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് കാമുകിയെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം വീട്ടിലെത്തി കാമുകിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. കാമുകിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് അനിയൻ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ അനിയനെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതിനുശേഷം കുഴിമന്തിയിൽ വിഷം ചേർത്ത് കഴിച്ചു എന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് പിന്നീട് ഈ അഫാനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഇപ്പോൾ ഏതായാലും അഫാന്റെ നില മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇതിനുശേഷമാണ് പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിട്ടുണ്ട്. ഈ മൊഴിയിൽ നിന്നും സാമ്പത്തിക കടബാധ്യത എന്ന് തന്നെയാണ് ഈ അഫാൻ പറയുന്നത്. എന്നാൽ അത് എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് ഇനി അന്വേഷിച്ചാൽ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം കടബാധ്യത ഉണ്ടെങ്കിൽ പോലും അതിൽ പറയുന്നത് ഈ കടബാധ്യത വർദ്ധിച്ചതുകൊണ്ട് തന്നെ ബന്ധുക്കളാരും സഹായിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് കൊലപാതകം നടത്തിയത്. മാത്രമല്ല ഈ വീട്ടുകാർ ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പറയുന്നത്. അതൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ മരണം നടന്ന വീട്ടിൽ, അതായത് ഈ ബന്ധു വീട്ടിൽ തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരികയാണ്. മറ്റു മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിവരികയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് ഇനി കടക്കും. അതിനുശേഷം കേസെടുത്ത് അന്വേഷണം തുടരാൻ തന്നെയാണ് പോലീസ് തീരുമാനം. വിഷ്ണു, ഈ മൂന്നിടത്തായാണ് ഈ 6 കൊലപാതകങ്ങളും നടന്നത് എന്നിരിക്കെ തന്നെ അതും ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ, അതും കൃത്യമായി വിവരം പുറത്തിറങ്ങിയത് രാത്രിയാണെങ്കിലും ആ ഒരു കൊലപാതകം നടക്കുന്നത് പകൽ സമയത്താണ്. എന്നിട്ട് പോലും ചുറ്റുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും രാത്രി ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ മാത്രമാണ് കൊലപാതകം നടന്ന വിവരം എല്ലാവരും തന്നെ അറിയുന്നത്. അതിനും എത്രയോ മണിക്കൂറുകൾ മുൻപ് തന്നെ ഈ ഒരു കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ, അയൽ വീട്ടുകാർ, അത്തരത്തിൽ ആരും തന്നെ ഈ കൊലപാതകങ്ങൾ നടക്കുന്നത് ശബ്ദങ്ങളൊന്നും കേൾക്കുകയോ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആരും ഇവരെ അന്വേഷിക്കുകയോ വീട്ടിൽ ഇത്തരത്തിൽ 2 പേർ മരിച്ചു കിടക്കുന്നത് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നത് കൂടി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ് ആ ഒരു കാര്യത്തിൽ? അതില് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതായത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പോലീസിനും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് ഈ പരിസരത്തൊന്നും ഈ സംഭവം നടന്നതിനെ കുറിച്ച് വലിയ ധാരണ ആർക്കുമില്ല. അതായത് ഈ കൊലപാതകം നടത്തി വളരെ ആസൂത്രിതമായിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാരൊന്നും ഇക്കാര്യങ്ങൾ സമയത്ത് അറിഞ്ഞിരുന്നില്ല. ഏതായാലും ഇവിടെ ഈ പ്രദേശത്ത് ഈ കൊലപാതകം നടന്ന സമയം ഇത് പുറത്താരും അത് അധികം അറിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും നാട്ടുകാരനല്ലേ ഇവിടെ അടുത്ത കുറച്ച് ദൂരമാണ് ഈ സംഭവം. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഇവിടെ 7 മണിക്ക് ശേഷമാണ് അറിഞ്ഞത്. പോലീസ് വരുമ്പോഴാണ് അറിയുന്നത്. അടുത്തുള്ള ആളുകളൊന്നും ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. ഈ പയ്യൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകാറുണ്ട്. ഇടയ്ക്ക് പുള്ളിയെ ആദ്യമായിട്ട് കാണുന്ന പോലും കണ്ടിട്ടില്ല, മുമ്പ് കണ്ടിട്ടിരുന്നില്ല. പുള്ളി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. കൃത്യമായിട്ടും പള്ളിയിലൊക്കെ വന്ന് നിസ്കരിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ്. എന്തായാലും നാടിനടിക്ക് വലിയൊരു ക്രൂരതയായിപ്പോയി എന്തായാലും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സംഭവം നടന്നതായിട്ട് എല്ലാവരും അറിഞ്ഞത് വളരെ വൈകിയാണ്. വളരെ വൈകി. ഈ നാട്ടുകാർ അറിഞ്ഞത് 7 മണിക്ക് ശേഷമാണ്. അതായത് പോലീസ് വന്ന് വരുമ്പോഴാണ് അറിയുന്നത്. പോലീസ് വന്ന് ഈ സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് എല്ലാവരും. തീർച്ചയായിട്ടും അതിൽ ഈ പോലീസ് വന്ന് ഈ അന്വേഷണം നടത്തുമ്പോൾ മാത്രമാണ് ഈ പരിസരത്തുള്ളവരെല്ലാവരും ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത്. ഈ ക്രൂര കൊലപാതകം നടന്ന വിവരം അറിയുന്നത് അതിനുശേഷം മാത്രമാണ്. അതായത് ഈ പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കൊലപാതകം നടത്തി എന്ന് പറഞ്ഞ് അതിനുശേഷം പോലീസ് ഇക്കാര്യം മനസ്സിലാക്കി അന്വേഷിക്കാനായി എത്തിയപ്പോൾ മാത്രമാണ് നാട്ടുകാർ പോലും അറിഞ്ഞത്. അത്ര കണക്ക് കൂട്ടി തിട്ടപ്പെടുത്തി തന്നെയാണ് ഇവിടെ വന്ന് കൊലപാതകം നടത്തിയിട്ടുള്ളത്. തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് പുറത്തറിയാതെ നടക്കുമുള്ള കാര്യങ്ങൾ ഇനി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്ത് വരുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കാൻ ആശുപത്രിയിലേക്ക് മാറ്റും. ഇനി ഒപ്പം സ്വന്തം വീട്ടിൽ തന്നെ വെച്ച് തന്നെ വീട്ടുകാരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 5 കൊലപാതകമാണ് നാടിനെ നടുക്കിക്കൊണ്ട് ഈ തലസ്ഥാനത്ത് നടന്നത്. എല്ലാം മണിക്കൂറുകളുടെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകം നടത്തി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. 1 അല്ല 5 കൊലപാതകമാണ്. സ്വന്തം വീട്ടിൽ വെച്ചും കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം.
ശരി വിഷ്ണു.